ഓക്കെ, അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. പ്രഷർ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. പ്രഷർ നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് പഠിക്കുന്നത് ലിക്വിഡ്സിനെയും ഫ്ലൂയിഡ്സിനെയും കൂടെ, ലിക്വിഡ്സിനെയും എയറിനെയും ഒരുമിച്ച് ചേർത്താണ്. അപ്പം അതിനെ പറയുന്ന പേരാണ് ഫ്ലൂയിഡ് എന്ന് പറയും. ലിക്വിഡിനെയും എയറിനെയും, ഒഴുകാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ എന്ത് പറയും? ഫ്ലൂയിഡ്സ് എന്ന് പറയും. എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ ഈസ് കോൾഡ് ഫ്ലൂയിഡ്സ്. അതിന് നമ്മൾ ഫ്ലൂയിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പ്രഷർ എന്നുള്ളത്. അപ്പോൾ എന്താണ് പ്രഷർ എന്നുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഏരിയ എടുക്കാം. ഈ ഏരിയയിൽ ഈ ലിക്വിഡ് കണ്ട ഇങ്ങനെ നോർമലായിട്ട് വന്നിരിച്ചാൽ, നോർമലായിട്ട് വന്നിരിക്കുന്ന ഫോഴ്സിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ, പ്രഷർ ഇങ്ങനെ പറയാൻ വേണ്ടി നോർമൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം. അല്ലെങ്കിൽ ഈ നോർമൽ ഫോഴ്സിന് വേറൊരു പേരുണ്ട്, ത്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് പറയാം. അതാണ് പ്രഷറിന്റെ പ്രഷർ. അതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, യൂണിറ്റ് എന്നുള്ളത് ത്രസ്റ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, പ്രഷർ ഇത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഇത് നമ്മൾ ഇങ്ങനെ പറയാറില്ല, പകരൊരു പേര് പറയാറുണ്ട്, പാസ്കൽ എന്നാണ് വിളിക്കുന്നത്. അതിന് നമ്മൾ ലെറ്ററാണ് പി, പാസ്കൽ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുക, 1 ബാർ, ഒരു ബാർ എത്ര പാസ്കലാണെന്ന് ചോദിച്ചാൽ 10⁵ പാസ്കലാണ്. 10⁵ പാസ്കലിനെ വിളിച്ച പേരാണ് 1 ബാർ. അതുപോലെ 1 മില്ലി ബാർ, 1 മില്ലി ബാർ ഡാഷ് ബാർ. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്, ബാർ എന്ന് പറഞ്ഞാൽ 10⁵ ആണ്. അത്രയും പാസ്കലാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ 10⁻² പാസ്കൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ പറയും 100 പാസ്കൽ. സോ 1 മില്ലി ബാർ എന്നുള്ളത് 100 പാസ്കൽ, 100 പാസ്കലിനെ പറഞ്ഞ പേരാണ് 1 മില്ലി ബാർ. ഓക്കെ, അതാണ് നമ്മൾ പ്രഷറിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ വേറൊരു പേരുണ്ട്, ATM എന്ന് പറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. നിങ്ങൾ എർത്തിന്റെ ഒരു സർഫസിന്, എർത്തിന്റെ സർഫസിന് യൂണിറ്റ് ഏരിയ ഉണ്ട്. യൂണിറ്റ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 മീറ്ററിലേക്ക് 1 മീറ്റർ. അതിന്റെ മുകളിലോട്ട് ആരാണെന്ന് ചോദിച്ചാൽ എയർ ആണോ? ഇതിന്റെ മുകളിലോട്ട് എയർ ആണോ? അപ്പൊ ഈ എയർ ഈ യൂണിറ്റ് ഏരിയയിലായിട്ട് അതിന്റെ വെയിറ്റ് കൊടുക്കും. നോർമലായിട്ട് അതിന് ഒരു ഫോഴ്സ് എക്സർട്ട് ചെയ്യാൻ കഴിവും. ആ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് ദി എയർ കോളം supported on unit area on the earth's surface. It is the weight of the air column supported unit area on the earth's surface is called atmospheric pressure. 1 atm, ഒരു atmospheric pressure വാല്യൂ ആയിരിക്കണം 1.0133 ബാർ. ബാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു 1.0133 into 10⁵ പാസ്കൽ ആണെന്ന് പറഞ്ഞു. ഈ പ്രഷറിന്റെ വേറൊരു യൂണിറ്റാണ് ടോർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതിന് ടോറിൽ പറഞ്ഞാൽ 760 ടോറാണ്. അങ്ങനെ പറഞ്ഞു. These are the units of pressure. പ്രഷറിന്റെ ബേസിക് SI യൂണിറ്റ് പാസ്കലാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ പറഞ്ഞാൽ 1.0133 ബാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1.0133 into 10⁵ പാസ്കൽ എന്ന് പറയാം. 760 ടോർ എന്ന് പറയാം. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് ഗേജ് പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ. ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഗേജ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ എന്നാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഞാൻ പഠിച്ചെടുക്കാൻ പോകണം. ഗേജ് പ്രഷർ എന്താണ്, അബ്സല്യൂട്ട് പ്രഷർ. ഗേജ് പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ, അതിനുവേണ്ടി നിങ്ങൾ ലിക്വിഡ് സർഫസ് ശരീരത്തിൽ വെള്ളം എടുത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കോളം വരയ്ക്കും. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് ശ്രദ്ധിച്ചോളാം. ഞാനൊരു ലിക്വിഡ് കോളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സർഫസ് വരെ അതിൻ്റെ വെള്ളമുണ്ട്. 2 പോയിന്റ് എടുക്കും. ഇതിനപ്പുറം 0.1,
പോയിന്റ് 1ലുള്ള പ്രഷർ P1 എന്ന് എടുക്കുന്നത്. ഇത് പോയിന്റ് 2ലുള്ള പ്രഷർ P2 ആണ്. ഈ 1ഉം 2ഉം തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കാണാം. നിങ്ങൾക്ക് അവിടെ ഹൈറ്റ് ആയിട്ട് കാണാം. ഹൈറ്റ് പ്രഷർ നമ്മൾ പഠിച്ചു എന്താണ്? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നോർമൽ ഫോഴ്സ് ബൈ ഏരിയ. തീർച്ചയായിട്ടും ഇവിടെ ഫോഴ്സ്, ഇവിടെ രണ്ട് പ്രഷറുണ്ട്, P1 P2. അപ്പൊ നമ്മൾ പറയേണ്ട പേരാണ് നെറ്റ് പ്രഷർ എന്ന് വിളിക്കണം. നെറ്റ് പ്രഷർ എന്നാണ് പറയാനുള്ളത്. പ്രഷർ എന്നല്ല, നെറ്റ് പ്രഷർ. ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ലിക്വിഡ് കോളത്തിന്റെ വെയിറ്റ് ആണ്. സോ വെയിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം mg ആണ്. അപ്പൊ വെയിറ്റ് കാണുന്നത് mg എന്ന് എഴുതുന്നു, ഡിവൈഡ് ബൈ ഏരിയയുടെ സ്ഥാനത്ത് A. ഇപ്പൊ രണ്ട് പ്രഷർ ഉണ്ടെങ്കിൽ വലിയ പ്രഷറിനും ചെറിയ പ്രഷറിലോട്ട് കൊടുക്കും. നമ്മൾ ഡെപ്തിലോട്ട് ആഴങ്ങളിലോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുതലാണ്. സോ വലിയ പ്രഷറിൽ നിന്ന് ചെറിയ പ്രഷർ കുറയ്ക്കുക. mg ബൈ A എഴുതാം. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഡെൻസിറ്റി. ഞാൻ ഇപ്പോൾ പറയാനിരുന്ന ഒരു ടേമാണ് ഡെൻസിറ്റി. പറഞ്ഞില്ല, ഇപ്പൊ പറയാം. ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞ പേരാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി സബ്സ്റ്റൻസ്. ഡെൻസിറ്റി എന്ന് പറയുന്ന ലെറ്റർ ആണ് റോ എന്നുള്ള ലെറ്റർ ആണ്. മാസ് m ആണ്, വോളിയം v ആണ്. ഓക്കെ, നമ്മൾ ഇനിയുള്ള ചാപ്റ്ററുകളിലെല്ലാം നമ്മൾ കാണാൻ പോകുന്നത് മാസിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. കൈ v നമ്മൾ ഇങ്ങോട്ട് എഴുതിയാൽ ഇവിടെ റോ ഉണ്ട്, ഇവിടെ v ഉണ്ട്. അപ്പോൾ മാസിനെ നമ്മൾ എപ്പോഴും കാണാൻ ഈ ചാപ്റ്ററുകളിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാണ്. അതുപോലെ ഡെൻസിറ്റിന്റെ യൂണിറ്റ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക. ഡെൻസിറ്റി ഈക്വൽ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. നമ്മൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ P2 മൈനസ് P1 ഈക്വൽ മാസ് കാണുന്ന സ്ഥാനത്ത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എഴുതുന്നു. ബാക്കി ഇവിടെ G ഉണ്ട്, ഡിവൈഡ് ബൈ ഏരിയ. നിങ്ങൾക്കറിയാം വോളിയം എന്നുള്ളത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? ഏരിയ. സോ ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയം നമുക്ക് എഴുതാം. വോളിയം എന്നുള്ളത് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ റോ ഉണ്ട്, വോളിയം കാണുന്ന സ്ഥാനത്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു G ഡിവൈഡ് ബൈ ഏരിയ എഴുതാം. ഈ ഏരിയ വെട്ടി കളഞ്ഞാൽ P2 മൈനസ് P1ന്റെ ആൻസർ റോ HG എന്ന് എഴുതാം. നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഇക്വേഷൻ ഇതാണ്. P2 മൈനസ് P1 ഈക്വൽ ടു H റോ G എന്ന് പറയും. H റോ G തീർന്നില്ല. ഈ പോയിന്റ് ഈ സർഫസിലാണെന്ന് വിചാരിക്കുക, ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ആയിരുന്നുവെങ്കിൽ ഇവിടെ പ്രഷർ കൊടുക്കുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ അറ്റ്മോസ്ഫിയർ ആണ് പോയിന്റ് 1ന് പ്രഷർ കൊടുക്കുന്നത്. അപ്പൊ 1 എന്നുള്ള പോയിന്റ് അറ്റ് സർഫസിലാണെന്ന് വിചാരിക്കുക. അറ്റ് സർഫസിലാണെങ്കിൽ ഈ P1ന്റെ സ്ഥാനത്ത് അവിടെ പ്രഷർ കൊടുക്കുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അതുപോലെ P2 എന്നുള്ള പോയിന്റ് ഒരു ജനറൽ പോയിന്റ് ആയിട്ട് എടുത്താൽ P ആണ് നമ്മൾ എടുക്കുന്നത്. സോ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഇക്വേഷൻ പറയാം P മൈനസ് PA ഈക്വൽ ടു H റോ G എന്ന് എഴുതാം. ഇതിനെ വിളിച്ച പേരാണ്, ഈ പ്രഷറിനെ വിളിച്ച പേരാണ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ. ഇവിടെ നിന്ന് നമ്മൾ P കണ്ടുപിടിക്കണം. അപ്പൊ ഈ മൈനസ് P അടുക്കയാണ് ഇപ്പുറത്തോട്ട് വന്ന പോസിറ്റീവ്. സോ PA പ്ലസ് H റോ G എന്ന് എഴുതാം. P ഈക്വൽ ടു PA പ്ലസ് H റോ G എന്ന് വിളിച്ച പേരാണ് അബ്സല്യൂട്ട് പ്രഷർ. സോ രണ്ട് പ്രഷർ ഉണ്ട്, ഗേജ് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ. പരീക്ഷയിൽ നിരന്തരം വരുന്നതാണ്. 7 മാർക്കായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് വയ്ക്കാൻ പറ്റും. നിങ്ങളൊരു ലിക്വിഡ് കോളം കൺസിഡർ ലിക്വിഡ് കോളം ആ ഷോണിന്റെ ഫിഗർ. ഈ കൺസിഡർ 2.1 and 2. The pressure at 1 is P1 and the pressure at 2 is P2. The distance between 1 and 2 is h. We know that pressure is equal to force by area. So net pressure is equal to force is given by the weight of the liquid column is mg divided by area is a. So P2 minus P1 is equal to mg divided by a. P2 minus P1 is equal to mass is density into volume, rho into V, G divided by a. So what is volume? Volume is area into height. So rho into area into height into G. So a and cancel. P2 minus P1 is equal to h rho G. Suppose the point 1 is at the surface, is that pressure is given by atmospheric pressure. So P1 is PA and P2 is a general point P. So P minus PA is equal to h rho G. That pressure is called the gauge pressure, and P is equal to PA plus h rho G is called the absolute pressure.
ഇവിടെ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ കൂടെ അതേപോലെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാവുന്ന ചാപ്റ്ററാണ്. അത് പറയാം. അപ്പൊ ഇപ്പൊ പ്രഷറിനെ പറ്റിയാണ് നോക്കുന്നത്. അടുത്തത് നമ്മൾ ഫ്ലൂയിഡ്സിന്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. അതിന്റെ പേരാണ് സർഫസ് ടെൻഷൻ എന്ന് പറയും. സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷനിലോട്ട് പോവാം. അത് ലിക്വിഡിന്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഉണ്ടാവും. ഇതിനകത്ത് വെള്ളം എടുക്കുക. ഇതിലൂടെ നമ്മൾ രണ്ട് മോളിക്യൂൾസ് എടുക്കുക. അതാണ് ഇവിടെ ഒരു മോളിക്യൂൾ. ഈ മോളിക്യൂളിന് ഇവിടെ അടുത്തടുത്ത് വേറെ ഇഷ്ടംപോലെ മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് ഒന്നുമില്ല. ഈ മോളിക്യൂളിനെ ഇങ്ങോട്ട് പിടിച്ചു വരും. ഇത് ഇങ്ങോട്ട് പിടിച്ചു വരും. ഇവിടെയുള്ള മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ പല ഡയറക്ഷനിലായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ ഈ മോളിക്യൂൾ, ഈ ഒന്നാമത്തെ മോളിക്യൂളിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സിന്റെ ആൻസർ 0. ഇനി ഇവിടെ സർഫസിൽ ഒരു മോളിക്യൂൾ എടുത്തെന്ന് വിചാരിക്കുക. അതിന് ഈ ഇവിടെ അടുത്തുള്ള മോളിക്യൂൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും, ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും, താഴോട്ട് പിടിച്ചു വലിക്കും, ഇങ്ങോട്ട് പിടിച്ചു വലിക്കും, ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. മുകളിലോട്ട് പിടിച്ചു വലിക്കാൻ ആരുമില്ല, എയറാണുള്ളത്. സോ ഇവിടെ ഈ മോളിക്യൂളിനെ സംബന്ധിച്ചോളം ഒരു നെറ്റ് ഡൗൺവേർഡ് ഫുള്ള് കിട്ടും. നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സിനെ ആ നെറ്റ് ഡൗൺവേർഡ് ഫുൾ ഇവിടെ ഒരു മോളിക്യൂൾ അല്ല, ഒരുപാട് മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് എല്ലാ മോളിക്യൂൾസിനും ഒരു നെറ്റ് ഡൗൺവേർഡ് ഫുള്ള് കിട്ടുന്നതായിട്ട് കാണാം. ആ ഫോഴ്സിനെ നിങ്ങൾ വിളിച്ച പേരാണ് സർഫസ് ടെൻഷൻ. അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സർഫസിൽ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുക, ഒരു സാങ്കല്പിക വര വരയ്ക്കുക. അപ്പൊ സർഫസ് ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ യൂണിറ്റ്. ഫോഴ്സ് ഡിവൈഡ് ബൈ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ അതിന് യൂണിറ്റ് പറയാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിവൈഡ് ബൈ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി ഞാനൊരു ചൂരലിൽ ഇങ്ങനെ വളച്ചു പിടിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ചൂരൽ സ്ട്രെയിൻഡ് സ്റ്റേറ്റിലാണ്. സ്ട്രെയിൻഡ് സ്റ്റേറ്റിലാണ്. സ്ട്രെയിൻഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന വസ്തുക്കൾക്ക് കിട്ടുന്ന എനർജി എന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പൊ ഈ സർഫസിലിരിക്കുന്ന മോളിക്യൂൾസിനെല്ലാം ഒരു അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സർഫസ് ടെൻഷൻ ഒരു മോളിക്യൂൾ, ഒരു സർഫസിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാനാണ് നോക്കുന്നത്. ആ പോയിന്റുകളൊക്കെ വരണമുള്ള. അപ്പൊ ഇവിടെ ഇരിക്കുന്ന മോളിക്യൂൾസിനെല്ലാം അഡീഷണൽ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഒരു മോളിക്യൂളിനെ ഞാൻ മുകളിലോട്ട് കൊണ്ടുവരണം, ഞാൻ എക്സ്ട്രാ ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ ഏരിയ കുറച്ച് കൂടും. അതിനെ നിങ്ങൾ വിളിച്ച പേരാണ് സർഫസ് എനർജി. സർഫസ് എനർജി ഒരു നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് വന്നൊരു ചോദ്യമാണ്. സർഫസ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻക്രീസിംഗ് ഏരിയ. ഇൻക്രീസിംഗ് ഏരിയ എന്നാണ് പറഞ്ഞത്. യൂണിറ്റ് പറയാൻ ശ്രമിച്ചാൽ വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂളാണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ സർഫസ് ടെൻഷൻ ഒരു തിയറി ആയിട്ട് എസ്സേ ആയിട്ട് ചോദിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം എഴുതണം. കൺസിഡർ, ഞാൻ ഇംഗ്ലീഷിൽ പറയാം, കൺസിഡർ എ ബീക്കർ inside a liquid. We consider two molecules. One is at inside and another is at surface. Okay. The net force acting on the first molecule, the net force acting on the molecule is 0, which is attracted by surrounding molecules. The second molecule in the surface, the molecule experiences a net downward force. Each molecule on the surface experiences a net downward force. So we draw an imaginary line. On the equal surface. The force acting on unit length is surface tension. And it is a scalar quantity, and the unit is Newton per meter. Surface tension reduces the surface area of a liquid. Each molecule on the surface experiences an extra potential energy. So a work is to be done in moving a molecule inside from the liquid surface to surface. So
additional work done divided by increasing area gives surface energy. So what is the unit of surface energy? Joule divided by meter square. ഇവിടെ മലയാളത്തിൽ പറയാൻ ഒരു പറഞ്ഞപ്പോൾ എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞതാണ്. അത് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ബീക്കറിൽ വെള്ളം എടുക്കുക, ബീക്കറിൽ 2 മോളിക്യൂൾസ് എടുക്കുക. ഒന്ന് ഇൻസൈഡ് മോളിക്യൂളാണ്. ആ മോളിക്യൂളിൽ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്തതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഇനി ഈ സർഫസിലിരിക്കുന്ന മോളിക്യൂളിനെ സംബന്ധിച്ചോളാം, അവിടെ നെറ്റ് ഫോഴ്സ് 0 അല്ല, ഒരു നെറ്റ് ഡൗൺവേർഡ് ആയിട്ട് ഫോഴ്സ് കിട്ടും. ഒരു മോളിക്യൂൾ അല്ല, ഒരുപാട് മോളിക്യൂൾസ്. അപ്പോൾ എല്ലാ മോളിക്യൂൾസും ഒരു നെറ്റ് ഡൗൺവേർഡ് പുള്ള് കിട്ടും. ആ നെറ്റ് ഡൗൺവേർഡ് പുള്ളിനെ വിളിച്ച പേരാണ് സർഫസ് ടെൻഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ നിങ്ങൾ ഒരു ഇമാജിനറി ലൈൻ ഡ്രോൺ ചെയ്യുക. അപ്പോൾ ഫോഴ്സ് ഡിവൈഡ് ബൈ യൂണിറ്റ് ലെങ്ത് ഈ സർഫസ് ടെൻഷൻ. യൂണിറ്റ് പറഞ്ഞ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സർഫസ് ടെൻഷൻ ഒരു ലിക്വിഡിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാനാണ് നോക്കുന്നത്. ഇനി ഓരോ ഈ ഇവിടെ ഇരിക്കുന്ന മോളിക്യൂൾസിനെല്ലാം ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു മോളിക്യൂളിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യണം. അതിന്റെ ഫലമായിട്ട് ഏരിയ കൂടും. അപ്പോൾ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻക്രീസിംഗ് ഏരിയ എന്ന് വിളിച്ച പേരാണ് സർഫസ് എനർജി. യൂണിറ്റ് ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അതാണ് നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ എന്താണ് 2 ടൈപ്പ് ഫോഴ്സുകൾ പഠിക്കുന്നുണ്ട്, അഡ്ഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും. അപ്പോൾ എന്താണ് ആ ഫോഴ്സുകൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് അഡ്ഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും. അഡ്ഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും. ഓക്കെ, മോളിക്യൂൾസുകൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന, അതായത് കോമൺ ആയിട്ട് വരുന്ന ഫോഴ്സ്, കോമൺ ആയിട്ട് വരുന്ന സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ വിളിച്ച പേരാണ് കൊഹസീവ് ഫോഴ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിളിച്ച പേരാണ് അഡ്ഹസീവ് ഫോഴ്സ്. ഉദാഹരണത്തിന് വാട്ടർ എടുത്താൽ H2O. ആ വാട്ടർ മോളിക്യൂൾസ് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ ഇഷ്ടംപോലെ വാട്ടർ മോളിക്യൂൾസ്, ആ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറഞ്ഞ പേരാണ് കൊഹസീവ് ഫോഴ്സ്. ഇപ്പൊ ഞാൻ ഈ ബോർഡിനകത്ത് ഇവിടെ വൈറ്റ് ബോർഡിൽ എഴുതുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ മോളിക്യൂൾസ് ഉണ്ട്. ഞാൻ ഈ വൈറ്റ്നർ വെച്ച് ഇത് മാർക്കർ പെന്ന് വെച്ച് അത് ഡിഫറെന്റ് മോളിക്യൂൾസ് ആണ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ വര കാണാം. അപ്പൊ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിളിച്ചവരാണ് അഡ്ഹസീവ് ഫോഴ്സ്. അപ്പൊ കൊഹസീവ് ഫോഴ്സ് എന്തായി, അഡ്ഹസീവ് ഫോഴ്സ് എന്തായി? What are the difference between adhesive force, cohesive force? പരീക്ഷയ്ക്ക് വരും. The molecules of same types of attraction they are called cohesive force. The molecules of different types of attraction are called adhesive force. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് എന്താണ് ക്യാപിലാരിറ്റി. ഓക്കെ, എന്താണ് ക്യാപിലാരിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബീക്കർ എടുത്തെന്ന് വിചാരിക്കുക, അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, വെള്ളമുണ്ട്. നിങ്ങളൊരു നാരോ ട്യൂബ് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചെന്ന് വിചാരിക്കുക, ഒരു ചെറിയ ട്യൂബ് ഇറക്കി വെച്ചാൽ ഈ വെള്ളം മുകളിലോട്ട് കയറി വരും എഗെയിൻസ്റ്റ് ദി ഗ്രാവിറ്റി. ഗ്രാവിറ്റി താഴോട്ട്, ഇപ്പോൾ ഇത് വെച്ചാൽ ഇത് താഴോട്ട് വീഴും, കണ്ട ഇതൊക്കെ താഴോട്ട് വീഴും ഗ്രാവിറ്റി ഉള്ളത്. പക്ഷേ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മുകളിലോട്ട് കയറി വരും. ഈ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ക്യാപിലാരിറ്റി. അപ്പോൾ എങ്ങനെ പറയാം, വാട്ട് ഈസ് ക്യാപിലാരിറ്റി? എ നാരോ ട്യൂബ് ഈസ് ഇമേഴ്സ്ഡ് ഓൺ എ ലിക്വിഡ് റൈസസ് എഗെയിൻസ്റ്റ് ദി ഗ്രാവിറ്റി. ഇറ്റ് ഈസ് കോൾഡ് ക്യാപിലാരിറ്റി. ഓക്കെ, എല്ലാ മോളിക്യൂൾസും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ല. ഇത് നമ്മൾ ഉപയോഗിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ വാട്ടർ ഗ്ലാസ് ആണ്. നിങ്ങൾ അവിടെ നോക്കാനുള്ളത് ക്യാപിലാരിറ്റി റൈസും ക്യാപിലാരിറ്റി ഡിപ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ചില മോളിക്യൂൾസ് എടുത്താൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ ഒരു മെർക്കുറി എടുത്തത് വിചാരിക്കാം, ഇതേപോലെ നാരോ ട്യൂബ് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മെർക്കുറിയാണ്. ഓക്കെ, ഈ വെള്ളം മുകളിലോട്ട് പോകുന്നതിന് പകരം താഴോട്ട് ഇങ്ങനെ, വെള്ളമല്ല മെർക്കുറി താഴോട്ട് ഇങ്ങനെ ഡിപ്രസ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഈ ഷേപ്പിലായിരിക്കും മെർക്കുറി. ഇവിടെ നോക്കിയാൽ വെള്ളത്തിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ ഷേപ്പ്, കണ്ടോ? ഈ രീതിയിലായിരിക്കും. നമ്മൾ ഇവിടെ ആരൊക്കെയാണ് നമ്മൾ ഇത് ക്യാപിലാരിറ്റി ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. ക്യാപിലാരിറ്റി ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് ക്യാപിലാരിറ്റി റൈസ് ആണ്. ക്യാപിലാരിറ്റി റൈസ് ആണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇത് മെർക്കുറിയും ഗ്ലാസും തമ്മിലാണ്. HG എന്ന് എഴുതിയിരിക്കുന്ന മെർക്കുറിയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞത് എവിടെയൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇവിടെ ആരാണ് കൂടുതലെന്ന് വെച്ചാൽ അഡ്ഹസീവ് ഫോഴ്സ് ആണ് പറയുന്നത്. Adhesive force is greater than cohesive force.
ആ ഒരു കേസിലാണ് ക്യാപിലാരിറ്റി റൈസ് നടക്കുന്നത്. തിരിച്ചാണെങ്കിൽ ക്യാപിലാരിറ്റി ഡിപ്രഷൻ. കൊഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ അഡ്ഹസീവ് ആണെങ്കിൽ, അഡ്ഹസീവ് ഫോഴ്സ് ആണെങ്കിൽ ക്യാപിലാരിറ്റി ഡിപ്രഷൻ നടക്കും. ഇനി നമ്മൾ ഒരു ടേം പഠിക്കാനുള്ളതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കണം. ഈ നാരോ ടിപ്പ് എടുത്തപ്പോൾ ഈ ലിക്വിഡ് ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ഈ ലിക്വിഡ് സർഫസിന് ടാൻജന്റ് വരയ്ക്കും. ഇതാണ് ടാൻജന്റ് ലിക്വിഡിന്റെ. സോളിഡ് സർഫസ് ഇൻസൈഡ് ലിക്വിഡ്. അപ്പൊ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ഡ്രോൺ ടു ദി ലിക്വിഡ് സർഫസ് ആൻഡ് സോളിഡ് സർഫസ് ഇൻസൈഡ് ദി ലിക്വിഡ്. അത് ഈ ആംഗിളാണ് കാണാം. അപ്പൊ ഈ ആംഗിളിനെ പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Angle of contact. So what is angle of contact എന്ന് ചോദിച്ചാൽ it is the angle between tangent drawn to the liquid surface and the solid surface inside the liquid. Very very important. ഇവിടെ angle of contact നോക്കിയാൽ 90 ഡിഗ്രിയിലേക്ക് അടിച്ചതാണ്. ഇവിടെ നോക്കിയാലോ 90. ഇവിടെ നമ്മൾ ഈ കേസിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലിക്വിഡ് സർഫസ് കണ്ടത്. ഇങ്ങനെയാണ് ലിക്വിഡ് സർഫസ് കണ്ടത്. അവിടെ നിന്ന് ടാൻജന്റ് വരയ്ക്കുക. ഇതാണ് ടാൻജന്റ്. ഈ സോളിഡ് സർഫസ് ഇൻസൈഡ് ഇതാണുള്ളത്. അപ്പൊ ആംഗിൾ നോക്കിയാൽ ഇത്രയാണ്. 90 ഡിഗ്രിന്റെ കട്ടി മുകളിലാണ് ക്യാപിലാരിറ്റി റൈസ്. 90 ഡിഗ്രിന്റെ കട്ടി മുകളിലാണെങ്കിൽ അവിടെ ക്യാപിലാരിറ്റി ഡിപ്രഷൻ ആണ് നടക്കുന്നത്. ഈ ഡിഫറൻസ് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിലാരിറ്റി റൈസ് ആൻഡ് ക്യാപിലാരിറ്റി ഡിപ്രഷൻ? ഒന്നാമത്തെ പോയിന്റ്, ടേക്ക് പ്ലേസ് ഇൻ ഗ്ലാസ് വാട്ടർ. അഡ്ഹസീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഇവിടെ പറഞ്ഞ് ടേക്സ് പ്ലേസ് ഇൻ മെർക്കുറി ഗ്ലാസ്. Cohesive force is greater than adhesive force. Angle of contact is greater than 90 degree. Okay. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തുമാത്രം ആണ് ഈ റൈസ് നടന്നത് എന്ന് വെച്ചാൽ എന്തുമാത്രം ഇങ്ങനെ വെള്ളം പോയി അല്ലെങ്കിൽ ഇവിടെ ഡിപ്രസ് ആയി താഴോട്ട് വന്നു. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയാണ്. ഡെറിവേഷൻ വാങ്ങിയിട്ടില്ല. ഡെറിവേഷൻ ഇല്ല. അതിന്റെ ഇക്വേഷൻ മാത്രമല്ല വാങ്ങിക്കുക. എന്തുമാത്രം ഡിപ്രഷൻ നടന്നു, റൈസ് നടന്നു. H is equal to 2s cos theta divided by r rho g. ഇക്വേഷൻ കാണാതെ അറിഞ്ഞിരിക്കണം. ക്യാപിലാരിറ്റി റൈസിന്റെ ഇക്വേഷൻ 2s cos theta divided by r rho g. S എന്നുള്ളത് സർഫസ് ടെൻഷൻ ആണ്. തീറ്റ എന്നുള്ളത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ഇവിടെ cos theta തീറ്റ എന്നുള്ളത് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. r എന്നുള്ളത് ഈ എടുത്ത ഇതിന്റെ റേഡിയസ് ആണ്. നമ്മൾ എടുത്ത ടെസ്റ്റ് ട്യൂബിന്റെ റേഡിയസ് ആണ്. r എന്നുള്ളത് റേഡിയസ്. റോ എന്നുള്ളത് ഡെൻസിറ്റി ആണ്. g എന്നുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായത്, ക്യാപിലാരിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ റേഡിയസ് കൂടിയാൽ ക്യാപിലാരിറ്റി കുറയും, റേഡിയസ് കുറഞ്ഞാൽ ക്യാപിലാരിറ്റി കൂടും. നിങ്ങൾ എടുത്ത ഈ ടെസ്റ്റ് ട്യൂബിന്റെ റേഡിയസ് കുറയുകയാണെങ്കിൽ ക്യാപിലാരിറ്റിന്റെ കൂടും. എടുത്ത ലിക്വിഡിന്റെ റേഡിയസ് കൂടി കഴിഞ്ഞാൽ ക്യാപിലാരിറ്റി കുറയും. ഇത് നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. 2 ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക് വരുന്നതാണ്. 2 ആപ്ലിക്കേഷൻ. സാധാരണ രീതിയിൽ ഈ ഫാർമേഴ്സ് ഈ സമയം സമ്മർ സീസൺ ആകുമ്പോൾ കിളയ്ക്കും. അതിന്റെ കാര്യം ഇതാണ്. ഇങ്ങനെ ഫാർമേഴ്സ് ലാൻഡിൽ ഇങ്ങനെ പ്ലഗ് ചെയ്യുമ്പോഴും ഈ സോയിൽ പാർട്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. സോയിൽ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ എന്താ സംഭവിക്കുക? ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ പ്ലഗ് ചെയ്യുമ്പോൾ കിളയ്ക്കുമ്പോൾ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇത് H is equal to ഇപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ക്യാപിലാരിറ്റി ഇവിടെ താഴെയുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള വെള്ളം മുകളിലോട്ട് വരാനുള്ള ചാൻസ് കുറയും. അപ്പൊ സോയിൽ പാർട്ടിക്കിൾസിന് സുഖമായിട്ട് ഇവിടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്. ഇത് നമ്മൾ കിളയ്ക്കാതെ ഇട്ടാൽ എന്താ സംഭവിക്കുക? സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കുറയുകയും ഇത് ഒരു സുഷിരം എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോർ പോലെ ആക്ട് ചെയ്യും. താഴെയുള്ള വെള്ളം മുകളിലോട്ട് വരാനുള്ള ചാൻസ് കൂടും. അപ്പൊ മുകളിൽ സൂര്യൻ നിൽക്കുകയും എന്ത് സംഭവിക്കും? ഇവാപറേഷൻ ആയിട്ട് താഴെയുള്ള വെള്ളം മൊത്തം ഇവാപറേറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് തടയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലഗ് ചെയ്ത് വിടണം. അതാണ്. അപ്പൊ ഡ്യൂറിംഗ് സമ്മർ സീസൺ farmers plug the land. While plugging, the distance between soil particles increases. We know that capillarity is inversely proportional to radius. So each soil particle acts like as a pore. So the distance between soil particle increases, capillarity decreases,
Hence, soil particle retain water easily. അതാണ് നമ്മുടെ വരുന്ന ആൻസർ. ഇതാണ് അവിടെ എഴുതാനുള്ള സെന്റൻസ്. Capillarity is inversely proportional to radius. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഡിറ്റർജന്റ്, ആക്ഷൻ ഓഫ് ഡിറ്റർജന്റ് മോളിക്യൂൾസ്. ആക്ഷൻ ഓഫ് ഡിറ്റർജന്റ് മോളിക്യൂൾസ് എന്താണെന്ന് ചോദിച്ചാൽ, ഡിറ്റർജന്റ് മോളിക്യൂൾ ഒരു ഹെയർ പിന്നിന്റെ ഷേപ്പാണ്. ഡിറ്റർജന്റ് മോളിക്യൂൾ ഈസ് ലൈക്ക് എ ഹെയർ പിൻ ഷേപ്പ്. ഇവിടെ ഒരു പിന്നിന്റെ ഈ എൻഡിൽ ഡേർട്ട് വരും, ഡേർട്ടും മറ്റേ എൻഡിൽ വാട്ടറും വരും. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ സർഫസ് ടെൻഷൻ കുറയുന്നതിന് ഫലമായിട്ട് ഈ വാട്ടർ ഡേർട്ടിൽ ഒന്ന് ഒട്ടിപ്പിടിക്കും. സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വാട്ടർ ഡേർട്ടിൽ ഒന്ന് പൊട്ടിപ്പിടിക്കുകയും വെള്ളം ഈ ഡേർട്ടിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അത് സർഫസ് ടെൻഷന്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ പറയാം? ആക്ഷൻ ഓഫ് ഡിറ്റർജന്റ്, എക്സ്പ്ലെയിൻ ദ ആക്ഷൻ ഓഫ് ഡിറ്റർജന്റ് മോളിക്യൂൾസ് എന്ന് ചോദിച്ചാൽ എഴുതണം. Detergent molecule is like a hairpin shape. The one end of the hairpin is attached to water and another end is dirt. As the surface tension decreases, water comes contact with the dirt. Hence, water can easily remove dirt. അത്രയാണ് ഈ ഇതിനകത്തുള്ളത്. അപ്പം നമ്മളിപ്പോൾ രണ്ട് ചാപ്റ്റർ ക്ലബ് ചെയ്യാൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുള്ളത്. ഒന്ന് പ്രഷറും ഒന്ന് സർഫസ് ടെൻഷനും. എല്ലാവർക്കും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഇത് മനസ്സിലായെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് നേരുന്നു. ഓക്കെ, വെരി ഓൾ.